സ്വന്തം സ്വത്തുക്കൾ വിറ്റഴിച്ച തുകയോ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശയോ വാടക വരുമാനമോ അല്ലെങ്കിൽ NRO അക്കൗണ്ടിലുള്ള സമ്പാദ്യമോ അമേരിക്ക, UK, കാനഡ, യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന മലയാളി പ്രവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പണം അയക്കുന്നതിന് മുൻപ് ബാങ്കുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും നിർബന്ധമാക്കിയിട്ടുള്ള ഇൻകം ടാക്സ് ഫോം 15C(a), ഫോം 15C(b) ചട്ടങ്ങളിലും പരിശോധനകളിലും ഭാരതീയ ആദായ നികുതി വകുപ്പും RBIയും വലിയ തലത്തിലുള്ള കടുപ്പമേറിയ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ്. അനാവശ്യമായ വിസ, ബാങ്ക് തടസ്സങ്ങൾ ഒഴിവാക്കാനും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 271(i) പ്രകാരം ചുമത്തപ്പെടുന്ന 1 ലക്ഷം രൂപ വരെയുള്ള ഭീമമായ പിഴ ശിക്ഷകളിൽ നിന്നും ഒഴിവാകാനും NRIകൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ ഇൻകം ടാക്സ് മാനദണ്ഡങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു പ്രവാസി അല്ലെങ്കിൽ റെസിഡന്റ് വ്യക്തി ഇന്ത്യയിൽ നിന്നുള്ള ഫണ്ട് വിദേശത്തേക്ക് അയക്കുമ്പോൾ ആ തുകയ്ക്ക് മേൽ കൃത്യമായ നികുതി ചുമത്തപ്പെട്ടിട്ടുണ്ടോ എന്നും വിദേശത്ത് വസിക്കുന്ന വ്യക്തിക്ക് നൽകുന്ന പണത്തിൽ നിന്ന് കൃത്യമായ TDS ഈടാക്കിയിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട ഡിക്ലറേഷൻ ഫോമാണ് ഫോം 15CA. എന്നാൽ ഈ അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന തുകയുടെ നികുതി കണക്കുകൂട്ടലുകൾ കൃത്യമാണെന്ന് ഒരു അംഗീകൃത ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ആണ് ഫോം 15CB. ബാങ്കുകൾ വഴിയുള്ള അനധികൃത ഫണ്ട് കൈമാറ്റങ്ങളും ടാക്സ് വെട്ടിപ്പുകളും തടയുന്നതിനായി ഇൻഫർമേഷൻ പ്രോസസിംഗ് സിസ്റ്റം വഴി വിദേശ ട്രാൻസ്ഫറുകൾ നിരീക്ഷിക്കാൻ ഓട്ടോമേറ്റഡ് സംവിധാനം തന്നെ ആദായ നികുതി വകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളികൾ ഫോം 15CA തെരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം 5 ലക്ഷം രൂപയുടെ വാർഷിക ലിമിറ്റും ഫോം 15CAയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 4 ഭാഗങ്ങളുമാണ്. നിങ്ങളുടെ ഒരു സാമ്പത്തിക വർഷത്തിലെ ആകെ റിമിറ്റൻസ് തുക 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത തന്നെ നികുതിദായകന് സ്വന്തമായി ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടലിൽ ഫോം 15CA പാർട്ട് A പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക വർഷത്തിൽ അയക്കുന്ന തുക ആകെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിർബന്ധമായും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്നും ഫോം 15CB സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ആ സർട്ടിഫിക്കറ്റിന്റെ അക്നോളജ്മെന്റ് നമ്പർ രേഖപ്പെടുത്തിക്കൊണ്ട് ഫോം 15CA പാർട്ട് C ഫയൽ ചെയ്യുകയും വേണം. ഇത് വിദേശ മലയാളികളെ ഏതെല്ലാം സാഹചര്യത്തിലാണ് നേരിട്ട് ബാധിക്കുന്നത് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. കേരളത്തിലുള്ള പരമ്പരാഗത സ്വത്തുക്കളോ വീടോ വിൽക്കുമ്പോൾ ലഭിക്കുന്ന മൂലധന ലാഭം അഥവാ ക്യാപിറ്റൽ ഗെയിൻ, NRO ബാങ്ക് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റുകൾ, കമ്പനികളിൽ നിന്നുള്ള ഡിവിഡൻഡുകൾ എന്നിവ സ്വന്തം വിദേശ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള NRO അക്കൗണ്ടിൽ നിന്നും NRE അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴോ ബാങ്കുകൾ ഫോം 15CA 15CB സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ആവശ്യപ്പെടും. വിദേശത്ത് വസിക്കുന്ന NRIകൾ FEMA നിയമപ്രകാരം NRO അക്കൗണ്ടിൽ നിന്ന് ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി $1 ദശലക്ഷം വരെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് വഴി ഈ തുക റിലീസ് ചെയ്യണമെങ്കിൽ ടാക്സ് ക്ലിയറൻസിനായി ഈ 2 ഫോമുകളും നിർബന്ധമാണ്. വിദേശ പൗരത്വമോ NRI സ്റ്റാറ്റസ് ഉള്ള മലയാളികൾക്ക് ഇരട്ട നികുതി ഭാരം തടയുന്നതിനായി DTAA ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. അമേരിക്ക, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നികുതി അടയ്ക്കുന്ന പ്രവാസികൾക്ക് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് തങ്ങളുടെ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റുകളും ഫോം 10AFും സമർപ്പിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 90 അനുസരിച്ച് കുറഞ്ഞ TDS നിരക്കുകളിൽ ഫോം 15CB നേടാൻ സാധിക്കും. ഇതുവഴി ഇന്ത്യയിൽ അധികമായി നികുതി ഈടാക്കുന്നത് ഒഴിവാക്കാനും വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ ടാക്സ് ക്രെഡിറ്റ് പ്രയോജനപ്പെടുത്താനും സാധിക്കും. എല്ലാ ഫണ്ട് ട്രാൻസ്ഫറുകൾക്കും ഈ ഫോമുകൾ നിർബന്ധമാണോ എന്ന കാര്യത്തിലും വ്യക്തത ആവശ്യമാണ്. ആദായ നികുതി ചട്ടങ്ങളിലെ റൂൾ 37BB അനുസരിച്ച് 33 തരം പ്രത്യേക പണം ഇടപാടുകൾക്ക് ഫോം 15CA 15CB എന്നിവ സമർപ്പിക്കേണ്ടതില്ല. ഉദാഹരണത്തിന് വിദേശത്തുള്ള കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള വിദേശ ഫീസുകൾ, ചികിത്സാ ചെലവുകൾ, വിദേശ യാത്രാ ചെലവുകൾ, വിദേശത്തുള്ള കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിനായി അയക്കുന്ന പണം എന്നിവയ്ക്ക് LRS വഴി പണം അയക്കുമ്പോൾ പ്രത്യേക ആവശ്യ കോഡുകൾ രേഖപ്പെടുത്തി ഇളവുകൾ നേടാവുന്നതാണ്. എന്നാൽ സ്വന്തം പേരിലുള്ള ആസ്തികൾ വിറ്റഴിച്ച തുക വിദേശത്തേക്ക് മാറ്റുമ്പോൾ റൂൾ 37BB ഇളവുകൾ ബാധകമല്ല. ഫോം 15CA 15CB അപേക്ഷകൾ സമർപ്പിക്കുന്നതിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ തുക മാറ്റി കാണിക്കുകയോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാതെ ബാങ്ക് മാർഗത്തിലൂടെ പണം അയക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആദായ നികുതി വകുപ്പിലെ സെക്ഷൻ 271(i) പ്രകാരം ഓരോ തെറ്റായ ഫോമിനും 1 ലക്ഷം രൂപ വരെ പെനാൽറ്റി ചുമത്താൻ വ്യവസ്ഥയുണ്ട്.
മാത്രവുമല്ല, ഇൻകം ടാക്സ് ഇ ഫയലിംഗ് പോർട്ടലിൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ ആഡ് ചെയ്ത ശേഷമേ അവർക്ക് നിങ്ങളുടെ ഫോം 15CB അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ എന്നതിനാൽ നടപടിക്രമങ്ങൾക്ക് 4 മുതൽ 7 ദിവസത്തോളം സമയമെടുക്കും. അതുകൊണ്ട് നാട്ടിലുള്ള സ്വത്തുക്കളോ പണമോ വിദേശത്തേക്ക് മാറ്റാൻ പദ്ധതിയിടുന്ന പ്രവാസി മലയാളികൾ ബാങ്ക് കൈമാറ്റങ്ങൾക്ക് മുൻപായി തങ്ങളുടെ ടാക്സ് അഡ്വൈസർമാരുമായോ CAമാരുമായോ സംസാരിച്ച് ആവശ്യമായ രേഖകൾ തയ്യാറാക്കേണ്ടതാണ്. അവസാന നിമിഷത്തെ വേരിഫിക്കേഷൻ വൈകലുകളും ബാങ്ക് ഹോൾഡറുകളും ഒഴിവാക്കാൻ റെമിറ്റൻസ് ആസൂത്രണം മുൻകൂട്ടി നടത്തുക. ഇമിഗ്രേഷൻ വാർത്തകൾ, ഇൻകം ടാക്സ് നിയമങ്ങൾ, NRI സാമ്പത്തിക വ്യവസ്ഥകൾ, വിദേശ വാർത്തകൾ എന്നിവ കൃത്യതയോടെ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.